ഈ ഒരു ശില്പം കാണുമ്പോഴേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിനെ പറ്റിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തം ശംഖുമുഖം. ചേട്ടന് ഞാൻ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു സർപ്രൈസ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ചെറിയ പിണക്കം ഇരിക്കുമ്പോൾ പോലും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നല്ലോ എന്ന് ഓർത്തപ്പോൾ എന്റെ പിണക്കം അപ്പൊ തന്നെ മാറി. എന്നാലും നമ്മളത് പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പിണക്കം മാറിയിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്ന് എന്നെ കൊണ്ട് ചേട്ടൻ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോഴാണ് കടയിൽ എപ്പോ എണ്ണയിലേക്ക് ചാടാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ അധികം മീനുകൾ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയെങ്കിലും നമ്മൾ നല്ല ചൂട് പൊറോട്ടയും ബീഫും കപ്പയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂട് ദോശയും ഓംലെറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓംലെറ്റ് പിന്നെ നമ്മുടെ വയലിലേക്കാണ് പോയത്. ഇത്രയും കിട്ടിയപ്പോൾ തന്നെ ഇനി വെറുതെ ആറ്റിറ്റ്യൂഡ് ഇട്ട് മെനക്കെടണ്ടെന്ന് ഓർത്ത് ഞാൻ പുഞ്ചിരിയോട് അതെല്ലാം അകത്താക്കുന്നുണ്ട്. ഫുഡ് അടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആദപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാർ റൈഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ അതിൽ കയറ്റി വിട്ടു. ആദപ്പന് മുന്നേ കാർ റൈഡിങ്ങിന് കയറിയ കൊച്ചു പേടിച്ച് കരയുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് മാറിയില്ലടാ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാണ് ആദപ്പൻ ചാടി കയറി ഇരിക്കുന്നത്. പുറകെ റിമോട്ടും കൊണ്ട് ഒരാൾ വരുന്നതുകൊണ്ടാണ് കാർ മുന്നോട്ട് പോകുന്നതെന്നുള്ള അറിവില്ലാത്തതുകൊണ്ട് തന്നെ അമ്മാതിരി പെർഫോമൻസ് ആണ് കാറിനുള്ളിലിരുന്ന് അവൻ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അവൻ നല്ല സന്തോഷത്തിലായിരുന്നെങ്കിലും ഈ മുതലിനെ എന്ത് പറഞ്ഞ് ഇനി കാറിൽ നിന്ന് പുറത്തിറക്കുന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ഒടുവിൽ വേറൊരു കാർ കയറ്റി തരാന്ന് പറഞ്ഞ ഒരു വിധത്തിൽ അവൻ അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് വന്നു. പിന്നെ കുറച്ചു നേരം മണലിൽ കളിക്കാനും കൂടെ വിട്ടപ്പോഴത്തേക്ക് കാറിന്റെ കാര്യം അവൻ അങ്ങ് മറന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുടക്കുന്നത് ഈ ഒരു കമ്മൽ സെറ്റിലേക്കായിരിക്കും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ രണ്ട് വലിയ തിരിച്ചറിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സൗന്ദര്യ പിണക്കം മാറ്റാൻ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുവരുമെന്ന് അറിഞ്ഞെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാമെന്നുള്ള തിരിച്ചറിവാണ് എനിക്കുണ്ടായതെങ്കിൽ ധനനഷ്ടം സംഭവിച്ച ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവളോട് പിണങ്ങുന്നത് അത്ര പന്തിയല്ലാന്നും തിരിച്ചറിഞ്ഞു.